ഗൈസ്, വെൽക്കം ടു സിനിമ ഓട്ടോമാൻ. ഭയം, ഭക്തി, ബഹുമാനം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടു. ഒരു ഗംഭീര സിനിമയാണ്, ഒരു ക്ലീൻ എൻ്റർടൈനർ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ദിലീപ് ഏട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ട സിനിമ. ലാലേട്ടനൊക്കെ വന്ന് കയറി കഴിയുമ്പോഴത്തേനും അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു പീക്കാണ് ആക്ച്വലി പടം. ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ, റിട്ടൺ ബൈ നൂറിൻ ഷെരീഫ് ആൻഡ് ഫഹിം സഫർ, പ്രൊഡ്യൂസ്ഡ് ബൈ ഗോകുലം ഗോപാലൻ. ശ്രീഗോകുലം മൂവീസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗംഭീര പടമാണ് ആക്ച്വലി. എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ CID മൂവ്സിലൊക്കെ കണ്ട പോലെ ഒരു കളഞ്ഞ പോലീസും കളി തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു തീമെന്ന് പറയുന്നത്. പക്ഷേ ഒരു വേൾഡ് ഓഫ് മാഡ്നസ്, ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു മാഡ്നസ്സിലൂടെ ഒരു ക്യാരക്ടറിലൂടെ ഈ സിനിമ അങ്ങ് പറയുന്നത്. കൃത്യമായ റീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഒട്ടും തന്നെ പോകാതെ, ഒട്ടും തന്നെ മോശം പറയാതെ, ഒട്ടും തന്നെ ലാഗില്ലാതെ ഇത് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദിലീപേൻ്റെയും ലാലേൻ്റെയും ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും, ഒപ്പം ബൈജു സന്തോഷ്, അശോകൻ, ബാലു വർഗീസ്, സാൻറ്റി, നോബി മാർക്കോസ്, സലീം കുമാർ, പിന്നെ നമ്മുടെ പഴയ ആക്ട്രസ് ആയിട്ടുള്ള ശരണ്യ. ഗംഭീരമായിട്ടാണ് ഈ ആക്ടേഴ്സ് എല്ലാം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു പവർ പാക്ക് എനർജിയുള്ള ദിലീപ് ഏട്ടനെ നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കാണാം. എനർജി എന്ന് വെച്ചാൽ പക്ക എനർജി. അതിപ്പം ആക്ടിങ് വൈസ് ആണെങ്കിൽ ശരി, ബോഡി ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യങ്ങളാണ് ശരി, വാഹനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഉപയോഗിക്കുന്നതാണ് ശരി, അല്ല കൗണ്ടർ ഡയലോഗ് പറയുമ്പോഴാണ് ശരി, ഈ ഒരു ഫ്രീ ആയിട്ടൊരു ആക്ടറെ അങ്ങ് വിട്ട് കഴിയുമ്പോൾ അവർ തകർത്തടിച്ച് കൈ തരാമെന്നുള്ള സാധനമില്ലേ, അത് വന്നിട്ടുണ്ട്. സ്റ്റണ്ട് കൊറിയോഗ്രാഫി പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ദിലീപേൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിൽ, ദിലീപേൻ്റെ ഫൈറ്റ് ആണെങ്കിൽ ശരി, ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ബാലുവിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ബാലുവിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അതാണെങ്കിൽ ശരി, ഫൈറ്റ് കൊറിയോഗ്രാഫി പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ദിലീപേൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി പ്ലസ് സിനിമാറ്റോഗ്രാഫി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പിന്നെ ഇടയ്ക്ക് വരുന്ന CG പരിപാടികളൊക്കെയാണ് ശരി, അതെല്ലാം അടിപൊളിയായിട്ടാണ്, അത് ഗംഭീര ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വരവ്, ലാലേട്ടൻ്റെ മാസ്നെസ്, അതൊന്നും വേറെ തന്നെയാണ്. മുണ്ട് മടക്കി കൊത്തിയുള്ള വരവ്, ഒരു പറിച്ചുള്ള അടി അടിപൊളിയാണ്. ഒരു ഗില്ലി യൂണിവേഴ്സാണ് ആക്ച്വലി ലാലേട്ടൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ മൂസാക്കാർ, മുകുന്ദൻ ഉണ്ണി, ദേവിജി, ഇങ്ങനത്തെ കുറച്ച് സ്പൂഫ് പരിപാടികൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്, സിനിമയ്ക്ക് ചേരുന്ന രീതി തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു ദിലീപേട്ടൻ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് എന്ത് വേണോ അതെല്ലാം ഇത് ഡിസൈൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും. ഒരു ശതമാനം പോലും കുറ്റം പറയാൻ ഞാൻ വിട്ട് കാണുന്നില്ല. പറയാതിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത് മറിച്ചാണെന്നൊക്കെ ഞാൻ സിനിമ ഓട്ടോമാൻ്റെ മാത്രം ഒപ്പീനിയനാണ് പറഞ്ഞത്. സോ ഒരുപാട് ഇൻസിഡൻറ്റുകളും സീനുകളും സീക്വലുകളും ഷോട്ടുകളും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് റിച്ചായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രാഫറിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളുകൾക്കും ഇതിൻ്റെ റൈറ്റേഴ്സിനും ഒക്കെ നല്ല പണിയുണ്ടായിരുന്നു ആക്ച്വലി ഈ പടത്തിന്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു സിനിമാറ്റോഗ്രാഫിയും ഇവരുടെ അഴിഞ്ഞാട്ടമൊക്കെ ഇടയിൽ ഗംഭീരമായിട്ട് സിറ്റുവേഷൻസിനെ ബിൽഡ് ചെയ്യുന്നതിൽ, നമ്മളെ കൺവിൻസ് ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഗംഭീര പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. സോങ്സ് 2 ഉണ്ട്, അത് രണ്ടും ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. പാട്ടുകളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഴിഞ്ഞാട്ട സോങ്, പിന്നെ ഒരു വേറെ മൂടുള്ള സോങ്ങുണ്ട്, അത് രണ്ടും ഗംഭീരമായിട്ട് ചെയ്തിരിക്കും. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ ഉണ്ട് കേട്ടോ. സിദ്ധാർത്ഥ ഭരതൻ, ഞാൻ ആക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ സിദ്ധാർത്ഥ ഭരതൻ ആരും വിട്ടുപോയി. സിദ്ധാർത്ഥ ഭരതനും പിന്നെ ഒരു ആക്ട്രസ്, ഒരു സ്ത്രീ, അവർ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ എടുത്താൽ വേണ്ടിയിട്ടുണ്ട്, പക്ഷേ കുട്ടികളാണ്. കുഞ്ഞുങ്ങൾ 1% പോലും ലാഗില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകൾ ഒന്നെന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കള്ളനും പോലീസും കളിയുടെ വേറെ വകഭേദം തന്നെയാണിത്. ഒരു ലോജിക്ക് ഇല്ലാത്തൊരു മാഡ്നസ് ഉള്ളൊരു ക്യാരക്ടറിലൂടെ ഈ സാധനത്തിനെ കടത്തി വരുമ്പോൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം കൺവിൻസിങ് ആയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലോജിക്കില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു ഓവർ ലോജിക്കില്ലായ്മ ഒരിക്കലും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ലോജിക്കും കാര്യങ്ങളും ഇൻസിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ നിറച്ചാണ് ഈ സിനിമ വളരെ റിച്ചായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പറയാൻ കാരണം ഒരുപാട് സീനുകളും ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് സീക്വലുകളും ഉണ്ട്. ഓരോ ഷോട്ടുകളിൽ പോലും ഇതിൻ്റെ അകത്തൊരു 30 മുതൽ ഏറ്റവും കുറഞ്ഞൊരു 30 മുതൽ ഒരു 100 ആളുകൾ വരെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ റിച്ചസ്റ്റ് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ജീവിതം നഷ്ടപ്പെടുത്തവൻ്റെ പ്രതികാരം, ഭ്രാന്തനെന്ന മുദ്രകുത്തി തുറങ്ങിലടയ്ക്കപ്പെട്ടവൻ്റെ പ്രതികാരം, രാഷ്ട്രീയത്തോടുള്ള പ്രതികാരം, ഈ സിസ്റ്റത്തോടുള്ള പ്രതികാരം, ഇങ്ങനെയുള്ള കുറച്ച് പ്രതികാരം, ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഇതിനകത്ത് വന്ന് പോകുന്നുണ്ട്. അത് ഇതിനകത്ത് വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും അവർക്ക് അവരുടേതായ കൃത്യമായിട്ടുള്ള ക്യാരക്ടർ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഫങ്ഷനും ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് മാത്രമല്ല, പേരില്ലാത്തൊരു ക്യാരക്ടറാണ് ആക്ച്വലി ദിലീപേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള
ഇഷ്യൂസ് നമ്മുടെ പ്രധാന കഥാപാത്രമായ ദിലീപേട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന തന്നെ ഫൺ കോൺവെർസേഷൻ വിത്ത് കൗണ്ടർ കോൺവെർസേഷൻ അങ്ങനത്തെ പരിപാടിയിലൂടെ പോകുന്നതുകൊണ്ടാണ് ഇതൊരു ഫൺ പാക്ക് അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിട്ട് ഇത് തുടങ്ങുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഈ നായക കഥാപാത്രത്തിന് വേണ്ട റീസണും കാര്യങ്ങളിലൂടെയാണ് ഈ സിനിമ കഥ ത്രൂ ഔട്ട് സഞ്ചരിക്കുന്നത്. പിന്നെ പേഴ്സണലി ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാവർക്കും തോന്നിയൊരു കാര്യം തന്നെയാണ്, ദിലീപേട്ടന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടായിരുന്നു. അതെല്ലാം ഈ സിനിമയിലൂടെ കുറച്ചൊക്കെ പറയുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇൻ്റർവെല്ലിൽ പഞ്ചും പരിപാടിയൊക്കെ പോലീസുകാർ എടുത്തിട്ട് വാരി അലക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ആ പരിപാടിയൊക്കെ ചെയ്തേക്കുന്നത് അടിപൊളിയാണ്. കാരണം വെച്ചാൽ രീതിയിലാണ് ശ്രീനിവാസൻ്റെയും ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ എൻട്രിയോട് കൂടി സിനിമയുടെ മട്ടും ഭാവമൊക്കെ കുറച്ച് മാറി വേറെ തരത്തിലേക്ക് സിനിമ എത്തുകയും ഇപ്പം ഇൻ്റർവെല്ലിൽ നടത്തുന്ന ഒരു പഞ്ച് പരിപാടിയായിട്ടാണ്. അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷമുള്ള സീക്വൽ ഇതിനെക്കാട്ടി ഡബിൾ പവറായിട്ടാണ്. അത് ഈ സിനിമയ്ക്ക് ആ ഒരു രീതിയുടെ ഗ്രാഫുണ്ട്. തുടക്കം പോലെ കയറി വന്ന് ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ അടിപൊളി പഞ്ചോടികളിൽ എൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ഡബിൾ മടങ്ങ് പവർഫുള്ളായിട്ടാണ് ഇൻ്റർവെല്ലിന് ശേഷമാണ് സിനിമ ഇൻസിഡൻറ്റ് ക്ലൈമാക്സ് നിങ്ങൾക്ക് ഒരു പെട്ടിക്കട്ടർ ഐറ്റം വെച്ചിട്ടുണ്ട്. ഒന്നിനെ ഞാൻ പറയുന്നില്ല, ലാലേട്ടൻ്റെ എൻട്രി ശരി, ലാലേട്ടൻ്റെ പ്രസൻസ് ആണ് ശരി, ഇവർ തമ്മിലുള്ള കോംബോ ആണെങ്കിൽ ശരി അടിപൊളിയാണ്. ഏറ്റവും മികച്ചൊരു സ്റ്റാർട്ടും ഏറ്റവും മികച്ച സ്റ്റാഫുകളും ഏറ്റവും മികച്ച ഇൻ്റർവെല്ലും ഏറ്റവും മികച്ച ആഫ്റ്റർ ഇൻ്റർവെൽ സീക്വലുകൾ എല്ലാം ഗംഭീരമായിട്ട് വരികയും ഒരു ഔട്ട് ആൻഡ് ഔട്ട് പരിപാടിയായിട്ട് ഈ സിനിമ സ്റ്റോപ്പ് ചെയ്യും. അവിടുന്ന് എൻഡ് കാർഡ് ഡയറക്ടർ ബൈ കാണിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സീക്വലുകൾ പോവുകയും സിനിമയുടെ ഗ്രാഫ് കയറ്റുകയും സെക്കൻഡ് ഹാഫിനുള്ള വകുപ്പ് ഇട്ടുകൊണ്ടാണ് ഈ സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു പവർ പാക്ഡ് എൻ്റർടൈനർ തന്നെയാണ്. ഒട്ടും മോശമില്ല. ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമ. ഇത് സിനിമ ഓട്ടോമാൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഇനി ടെക്നിക്കൽ സൈഡ് ഞാൻ പറയാം. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം പണി എടുത്താണ് നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ, വിനീത് ശ്രീനിവാസനോട് ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം അതിന് ഡെബ്യൂ പടം എന്തായാലും അരങ്ങേറ്റം പൊളിച്ചു, കിടുവാണ്, കയ്യടി. ഒപ്പം തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അരുൺ മോഹൻ, അതായത് നമ്മൾ അഞ്ചക്കള്ളക്കൊക്കനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, അതായത് അഞ്ചക്കള്ളക്കൊക്കൻ്റെ ഗംഭീര സിനിമാറ്റോഗ്രാഫിയായിരുന്നു. ആ സിനിമാറ്റോഗ്രാഫറിൻ്റെ എസ്പെഷ്യലി ഫൈറ്റ് സീനുകളും സ്റ്റേജ് സീനുകളും ഒക്കെ ഒരു രക്ഷയിലോട്ടോ. ദിലീപൻ്റെ ഇൻ്റർവെല്ലിൽ ആ സമയത്തുള്ളൊരു ഫൈറ്റാണ് എൻ്റെ ആ പൊന്നെ അതുപോലെ ബാലു വർഗീസിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ സൈഡ് ഞാൻ അഭിനന്ദനത്തെ കഴിഞ്ഞിട്ട് എന്ന് പറയാം. അതായത് സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്, അടിപൊളി സാധനമാണ് സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഗോപി സുന്ദർ ഒരു രക്ഷയിലോട്ടോ. ഈ ലാലൻ്റെയും ദിലീപേൻ്റെയും അല്ലെങ്കിൽ ഈ വിനീത് ശ്രീനിവാസൻ്റെ ഇവരൊക്കെ പെർഫോമൻസിനൊപ്പം തന്നെ അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ സിനിമാറ്റോഗ്രാഫിയും ഈ ആക്ടിങ്ങും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് ഗംഭീരം. പിന്നെ എഡിറ്റർ രഞ്ജൻ അബ്രഹാം, ഇൻഡസ്ട്രിയിൽ വളരെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാലൻ്റെയും മമ്മൂക്കയുടെയും ദിലീപേൻ്റെയും ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ സിനിമകൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയൊരു മനുഷ്യനാണ് രഞ്ജൻ അബ്രഹാം. അദ്ദേഹമാണ് എൻ്റെ എഡിറ്റർ. അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും പിന്നെ കോസ്റ്റ്യൂംസ് ദിലീപേൻ്റെയും ലാലേൻ്റെയൊക്കെ റെട്രോ മൂഡാണ്. പിന്നെ ബാക്കി അങ്ങോട്ടൊക്കെ നോർമലാണ്. ഈ റെട്രോ മൂഡായതുകൊണ്ട് ഞാൻ ഓർത്തത് ഏതോ യൂണിവേഴ്സിറ്റി അല്ല ഏതൊരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നുമല്ല, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റുകൾ തന്നെയാണ്. സോ എന്താ പറയുക, അതെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് സ്ക്രിപ്റ്റിൻ്റെ അകത്തൊരു മാജിക്കാണ്. ഇത് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ദിലീപേട്ടനെയൊക്കെ പോലെ തന്നെ ലാലേട്ടനെയൊക്കെ പോലെ തന്നെ മാസ് കാണിക്കാൻ പറ്റുന്നൊരു അതിൻ്റെ ഒരു അംശം ഇതിൻ്റെ അകത്ത് ബാലു വർഗീസും ബൈജു സന്തോഷൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഫൈറ്റ് സീക്കിലൂടെ ഡയലോഗ് സീക്കിലൂടെയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സമ്മതിച്ചു തുടങ്ങും കേട്ടോ. അത് എസ്പെഷ്യലി ബാലു വർഗീസിൻ്റെ ക്യാരക്ടറാണ്, അടിപൊളിയാണ്. പിന്നെ അശോകൻ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് കാണാൻ എന്ത് കുറച്ച് സ്വന്തമായിട്ടുണ്ട്. അതായത് അദ്ദേഹം ചെയ്തേക്കുന്ന ക്യാരക്ടർ അടിപൊളിയാണ്. അതിനെ ഫഹീം സഫറും നൂർ ഷെരീഫും ഓരോരോ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നൂർ ഷെരീഫ് ബൈജു സന്തോഷിൻ്റെ മകളായിട്ടും ദിലീപിൻ്റെ ആളായിട്ട് ഇതിനകത്ത് നമ്മുടെ ഫഹീം സഫറും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്, അടിപൊളി. അവരുടെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഓരോ സാൻഡി പോലീസ് ഓഫീസറായിട്ടാണ് അദ്ദേഹം അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ അവസാനമുണ്ട്, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. സിനിമോട്ടോമാൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. ഒരു ഗംഭീര സിനിമ തന്നെയാണ്. 2 പാട്ടുകളാണുള്ളത്, രണ്ടും ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഒരു പാട്ട് ഔട്ടായിട്ടുണ്ട് ഓൾറെഡി, ഹൈപ്പർ സോങ്. അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലിറിക്കൽ പരിപാടിയായിട്ടാണ് ഇത് കാണിക്കുന്നതെങ്കിൽ കൂടി
ശരിക്കും സിനിമയിൽ റിച്ചസ്റ്റ് ആയിട്ട് അടിപൊളി കുറച്ച് ഡാൻസ് നമ്പറും പരിപാടിയൊക്കെ ആയിട്ട് പവർ പാക്കായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഹൈപ്പ് കയറിയത് എങ്ങോട്ട് ആ ലൈൻ എനിക്കത്ര വർക്കായിട്ട് തോന്നിയില്ല. പക്ഷേ ആ ഹൈപ്പ് കയറി ഹൈപ്പ് കയറ്റാൻ ഈ ഹൈപ്പ് എന്നുള്ള പരിപാടിക്ക് ഈ സിനിമയ്ക്കകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവരുടെ ക്യാരക്ടർ വൈസ്. അതുകൊണ്ടാണ് ആ ഒരു പേര് കൊടുക്കാൻ കാരണമെന്ന് എനിക്ക് പിന്നെ സിനിമയ്ക്കകത്ത് ഈ പാട്ട് പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും അത്ര പ്രശ്നമായിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനുകൾ ഇങ്ങനെ സിനിമ മാറി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫി സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. കാര്യം കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് സിനിമ കാണുക. കണ്ടിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഒന്ന് കമൻറ്റ് അടിക്കുക. അപ്പം സിനിമ ഓട്ടോമാൻ റേറ്റിംഗ് ഒരു 8.5 ഔട്ട് ഓഫ് 10 തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ടൈം കളയാണ്ട് ധൈര്യമായിട്ട് പോയി പടം കണ്ടോ. എന്നിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എല്ലാവരും. ഓക്കെ, ബൈ, ടാറ്റാ.